അസ്സലാമലൈക്കും. ഞാൻ പറയാൻ പോണ കാര്യം നല്ല ശ്രദ്ധിച്ച് കേട്ടോളി. പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആണായാലും പെണ്ണായാലും എന്താ ചെയ്യേണ്ടി എന്നുള്ളത് അറിയാം. പക്ഷെ എന്നാലും ആൾക്കാർക്ക് ഭയങ്കര എന്താ പറയാ, ഒരു പേടിയാണ്, വെപ്രാളാണ്, എന്താ കാട്ടുക എന്നുള്ളത്. ഞാനത് പറയാനുള്ള കാരണം, ഞാൻ ഒരു മരണ വീട്ടിൽ പോയപ്പോ അവിടെ ചെന്ന് നോക്കിയപ്പോ അവിടെ മയ്യത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ വാതിലൊക്കെ അടച്ചിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഞാനവിടെ ചെന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇങ്ങനെ മയ്യത്ത് അളവ് എടുക്കാനാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് നല്ല പാറ, അപ്പോൾ അത് വെട്ടി എടുക്കുമ്പോൾ ഒരുപാട് പണിയാവും. അപ്പോൾ നമുക്ക് നമ്മൾ അളവ് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് എടുക്കാതെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോണത്. സാധാരണ നമുക്കൊരു ആദേശം കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് 3/4 മണിക്കൂറായി ഡ്രസ്സ് മാറ്റാൻ കയറി, മയ്യത്തിന് ചേഞ്ച് ആക്കാൻ കയറിയിട്ട് ഇപ്പോൾ സ്ത്രീകളെ. കാരണം ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ ഒരു മയ്യത്തിന്റെ കട്ടിൽമൊക്കെ എടുത്തിട്ട് നിറച്ചും പെണ്ണുങ്ങൾ, ഒരു 10-20 പെണ്ണുങ്ങളുണ്ടാവും ഡ്രസ്സ് ചേഞ്ച് ചെയ്യിക്കാൻ. പല പല അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പല കൂടിക്കുക. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ കയ്യൊക്കെ ആയാസപ്പെടുത്തിയൊക്കെ ചോദിച്ചു. അപ്പൊ കയ്യൊക്കെ ആയാസപ്പെടുത്തി. അപ്പൊ നജസ്സൊക്കെ വൃത്തിയാക്കി വെച്ചപ്പോൾ നജസ്സൊന്നും വൃത്തിയാക്കില്ല. അപ്പൊ ഇവര് ഞാൻ പറയാനുള്ള കാരണം, ഈ 3/4 മണിക്കൂർ ഇവർ എന്താ ചെയ്തെന്നുള്ള ഓൽക്ക് തന്നെ അറിയില്ല. കാരണം വെച്ചാൽ ചില ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുത്താൽ തെറ്റോ അല്ലെങ്കിൽ ശരിയാവോ എന്നുള്ള ധാരണ കണ്ടോ. അപ്പൊ ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നല്ല ശ്രദ്ധിച്ചോളി. ആദ്യം തന്നെ ആണായാലും പെണ്ണായാലും മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നുള്ളത് നല്ല ശ്രദ്ധിച്ച് കേട്ടു. കാരണം ഇത് നാളെ എനിക്കും എന്റെ പേരയിലും എല്ലാവരുടെ പേരയിലും ഉണ്ടാവുന്ന ഒരു കേസാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലോണം മനസ്സിലാക്കുക. ആദ്യം തന്നെ ചെയ്യേണ്ടത്, മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ണെന്ത് ചെയ്യുക, അടച്ചു കൊടുക്കുക. എന്നിട്ട് കണ്ണടച്ച് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ചിലപ്പോൾ പള്ളിയിലെ കട്ടിലൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ കട്ടിൽമേൽ കൊണ്ടുപോയിട്ട് മയ്യത്ത് എന്ത് ചെയ്യുക, കൊണ്ടുപോയി കെടുത്തുന്ന സമയത്ത് നമ്മൾ മയ്യത്ത് എടുക്കുന്ന സമയത്ത് കെടുത്തുന്ന സമയത്തൊക്കെ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പറയേണ്ടത്. മയ്യത്ത് കെടുത്തുമ്പോൾ ഇരുത്തുമ്പോഴോ കട്ടിൽമേൽ കെടുത്തുമ്പോഴൊക്കെ അത് പറഞ്ഞു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, കൈയൊക്കെ എടുക്കണം, നല്ലോണം എന്ത് ചെയ്യുക, മയ്യത്തിന് നമ്മൾ കണ്ണടച്ച് കൊടുത്തില്ലേ, നേരെ എന്തായാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയതിന് ശേഷം നമ്മൾ തുണി നീളങ്ങനെ ഇടും. അതിന് ശേഷം എന്ത് ചെയ്യാറ്, കൈയൊക്കെ നല്ലോണം അതുപോലെ നല്ലോണം 1-2 പ്രാവശ്യം ആയാസപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഭാഗം ഈ നല്ലോണം ആയാസപ്പെടുത്തി നമ്മൾ ഈ വിരലുകളൊക്കെ ഉള്ളിൽ കൂടെ കൈ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക മയ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കാലുണ്ടല്ലോ, ഈ കാല് എന്ത് ചെയ്യുക, ഇതുപോലെ നല്ല 1-2 പ്രാവശ്യം നല്ല മടക്കി കൊടുക്കുക. ഇതുപോലെ തന്നെ. ഇത് നിങ്ങൾ പേടിക്കൊന്നും വേണം, നിങ്ങൾക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിന്റെ അഭിപ്രായങ്ങൾ കുറെ ആൾക്കാർക്ക് പറയാനൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ കാര്യം നിങ്ങൾക്ക് ഓടിയും ചെയ്യാം. നല്ലോണം ഇങ്ങനെ എന്ത് ചെയ്യുക, നല്ലോണം ആയാസപ്പെടുത്തി കൊടുക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, മയ്യത്തിന് എന്ത് ചെയ്യുക, ഒന്ന് ഇരുത്താൻ നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുന്ന മാതിരി മയ്യത്തിന്റെ ഇടതുഭാഗത്ത് ഒരാൾ മയ്യത്തിന്റെ ഇടതുഭാഗത്ത് നിൽക്കുക, കട്ടിലിന്റെ ഇടതുഭാഗത്ത് നിന്നിട്ട് വലതുഭാഗം കൊണ്ട് കൈ മെല്ലെ പൊന്തിച്ചിട്ട് എന്ത് ചെയ്യുക, നല്ലൊന്ന് ചെരിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, ഒന്നുകൂടി 2 പ്രാവശ്യം ചെരിച്ചു കൊടുക്കുക. അപ്പൊ ഈ ചെരിച്ചു കൊടുക്കുന്ന സമയത്ത് തൊള്ളത് കൂടെ ചിലപ്പോൾ കഞ്ഞി, ചോര, അങ്ങനത്തെ സംഗതികളൊക്കെ ചിലപ്പോൾ വരും. അപ്പൊ നിങ്ങളത് എന്ത് ചെയ്യുക, ഒരു നൊരൊക്കെ വരും. അപ്പോൾ ഒരു തുണി കൊണ്ട് എന്ത് ചെയ്യുക, അത് വൃത്തിയാക്കിയാൽ മതി. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എന്നിട്ട് എന്ത് ചെയ്യുക, മയ്യത്തിന് അവിടെ കെട്ടി കഴിഞ്ഞതിന് ശേഷം അപ്പൊ നിങ്ങൾ എന്ത് മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ, ഒരു 1-2 ആളുകളെ ഇത് ചെയ്യാൻ മതി. കാരണം കുറെ